നിങ്ങൾക്കെല്ലാവർക്കും എന്തായിരുന്നു പണി? ലക്ഷങ്ങൾ സാലറിയും തന്ന് നിങ്ങളെയൊക്കെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്ത് എന്തിനാ? കമ്പനിയെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വളർച്ചയുടെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയല്ലേ? അതിന് പകരം വളർന്നുകൊണ്ടിരുന്ന ഒരു കമ്പനിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനല്ലോ. സോറി സർ, ഞങ്ങളാലാവും വിധം ഞങ്ങളെല്ലാം ചെയ്തു നോക്കിയതാ. എന്നിട്ടും നമ്മുടെ കമ്പനിയെ ബാങ്ക്റപ്സിയിൽ നിന്നും രക്ഷിക്കാനായില്ല. ഇത് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചതുമല്ല. എന്നാലും ഈ അവസാന നിമിഷം വരെ എന്തുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ എന്നെ അറിയിച്ചില്ല? അപകടമാണെന്ന് അറിഞ്ഞാൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണ്ടേ? നമുക്ക് എത്രയേറെ കമ്പനികൾ ഉണ്ടെങ്കിലും എല്ലാത്തിന്റെയും അടിസ്ഥാനം ആ കമ്പനിയാ. നമ്മൾ ഇത്രയും ദൂരം വളരാൻ കാരണവും ആ കമ്പനി തന്നെയാ. ഇപ്പൊ ആ അടിസ്ഥാനം തന്നെ ഇളകുന്ന അവസ്ഥയാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അർജുൻ. ഗോവിന്ദ്, അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇനിയിപ്പോ നമ്മുടെ കമ്പനിയെ റീബാക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ബാക്കിയുണ്ടോ? ഗോവിന്ദ്, ഞാൻ നിങ്ങളോടാ ചോദിച്ചത്. അതിനെന്തെങ്കിലും ഒരു പഴുത് ബാക്കി വെച്ചിട്ടുണ്ടോന്ന്. ഉണ്ടായിരുന്ന പഴുതുകളൊക്കെ അടഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോ കമ്പനിയെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. അർജുൻ കൂൾ. ഗോവിന്ദ് സാർ പറഞ്ഞതിൽ നിന്ന് തന്നെ അർജുന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടുമല്ലോ. അതിന് അയാൾ എന്ത് പറഞ്ഞിട്ടാ? പറഞ്ഞല്ലോ അർജുൻ, കമ്പനിയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് കുറച്ചേറെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. എന്നല്ലാതെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതിനർത്ഥം ഇനിയും നമുക്ക് ആ കമ്പനിയെ മെച്ചപ്പെടുത്തി എടുക്കാൻ ചാൻസ് ഉണ്ടെന്നല്ലേ? അപ്പോ ഒന്ന് ആഞ്ഞു പിടിച്ച നടക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനുള്ള മനസ്സുണ്ടാവണമെന്ന് മാത്രം. ഈ കമ്പനി ഇത്രയും ദൂരം വളരാനും അതിന് ഇത്രയേറെ ശാഖകൾ ഉണ്ടാവാനും ഒക്കെ അർജുന്റെ ബുദ്ധിയും ആത്മവിശ്വാസവും ഹാർഡ്വർക്കും തന്നെയാണല്ലോ കാരണമായത്. ഇപ്പോഴും നമുക്ക് അതേപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടായാൽ മതി. യു ആർ കറക്റ്റ് മേഘ. സോ എത്രയും പെട്ടെന്ന് ആ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കൂ. അവൻ ഒറ്റയ്ക്കല്ല പോണ്ടത്, നമ്മളും പോണം. മേഘ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും അവന്റെ ഉള്ളിൽ അത്രയേറെ ആത്മവിശ്വാസം ഉണ്ടായെങ്കിൽ, നീ അവന്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് ആ കമ്പനിയെ രക്ഷിക്കാൻ പറ്റും. നീ എന്തു പറയുന്നു മേഘേ? നിനക്ക് ഞങ്ങളോടൊപ്പം വരാൻ വിരോധമൊന്നുമില്ലല്ലോ? അയ്യോ, അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാനും എന്റെ മോനും ഇന്നൊരു കഷ്ടതയും അറിയാതെ ജീവിക്കുന്നെങ്കിൽ അതിന് കാരണം ഈ കുടുംബ. അങ്ങനെയുള്ളപ്പോ ഇന്ന് നമ്മുടെ കമ്പനി തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുമ്പോ അതിനെ പിടിച്ചു നിർത്താൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യില്ലേ? അതിരിക്കട്ടെ അർജുൻ, നിങ്ങളുടെ ആ കമ്പനി എവിടെയാ? മംഗലാപുരത്ത്. നന്ദൻ കുടുംബത്തിലുള്ളവർക്ക് ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും നിന്നെക്കുറിച്ചുള്ള വിവരം കിട്ടരുത്. ഗോവിന്ദ്, യു ക്യാൻ ഗോ. ഓക്കെ സർ. എടാ ചിക്കു, എന്താണത്? റണ്ണിംഗ് കോമ്പറ്റീഷന് ഞാൻ ഫസ്റ്റ് ആണ് പപ്പ. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. വാ, നിനക്ക് നല്ലൊരു ട്രീറ്റ് ഉണ്ട്. കം ഓൺ. ഇനി ഒരിക്കലും മംഗലാപുരത്ത് കാല് കുത്തരുതെന്ന് വിചാരിച്ചതാ. ഇനി അങ്ങോട്ടേക്ക് തന്നെയാണല്ലോ പോവേണ്ടത്. മംഗലാപുരത്താണ് ഇവരുടെ കമ്പനി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവരോടൊപ്പം അങ്ങോട്ട് പോവാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വാക്ക് മാറ്റാനും പറ്റില്ല എന്ന് കരുതി റിസ്ക് എടുത്ത് അവിടേക്ക് പോവാനും പറ്റില്ല. മേഘമോളെ, എന്താ നീ ആലോചിക്കുന്നത്? മംഗലാപുരത്തേക്ക് വരാൻ നീ ഓക്കെ അല്ലേ? എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ എന്റെ ജീവിതയാത്ര വീണ്ടും മംഗലാപുരത്ത് എത്തിച്ചേർന്നിരിക്കാം. എന്തൊക്കെ വന്നാലും മിഥുനേട്ടനെയോ നന്ദൻ ഫാമിലിയിലെ അംഗങ്ങളെയോ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്താതെ കാക്കണേ ദൈവമേ. അങ്ങനെ നമ്മൾ മംഗലാപുരത്ത് എത്തിയല്ലേ? ഐ ലവ് മംഗലാപുരം സിറ്റി.
മംഗലാപുരം സിറ്റി നീ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലല്ലോടാ. സിനിമയിലൊക്കെ കാണിക്കാറുണ്ടല്ലോ ഗ്രാനി. കാണുമ്പോ തന്നെ എന്തൊരു ഭംഗിയാ. വലിയ സീഷോറൊക്കെ ഉണ്ടല്ലോ. ദില്ലിയിൽ സീയും ഇല്ല, ഷോറും ഇല്ല. അതുകൊണ്ടാ മംഗലാപുരത്തോട് എനിക്ക് ഇത്ര ഇഷ്ടം. അമ്മയ്ക്കും മംഗലാപുരം ഇഷ്ടമല്ലേ? ചിക്കു, നിനക്ക് ഇഷ്ടമാണെന്ന് കരുതി എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും ഇല്ലല്ലോ. അമ്മയോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ശരി, എന്നാ ഗ്രാനി തന്നെ പറ, മംഗലാപുരം സിറ്റി ഗ്രാനിക്ക് ഇഷ്ടാണോ? നിന്റെ അപ്പൂപ്പനുണ്ടായിരുന്നപ്പോ ഒത്തിരി കാലം ഞങ്ങൾ മംഗലാപുരത്ത് തന്നെയായിരുന്നു. മംഗലാപുരം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മള് രണ്ടുപേരും സെയിം പാർട്ടിയാണല്ലേ? എന്നാ എന്റെ മോൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ. മേഘയെ പോലെ ഉണ്ടല്ലോ. ഭാസ്കരേട്ടാ, ഏട്ടൻ അങ്ങോട്ട് നോക്കിയേ. നമ്മുടെ മേഘയെ പോലെ ഇല്ലേ ഏട്ടാ? മേഘയെ പോലെയല്ല, അത് മേഘ തന്നെയാ. മേഘേ, 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 മേഘേ. സുധേ, മേഘയായിരുന്നു വണ്ടി മിസ് ചെയ്തല്ലോ. ഡ്രൈവറെ, ആ കാറിനെ ഒന്ന് ഫോളോ ചെയ്തു പോ. കുറച്ചുകൂടി സ്പീഡായിട്ട് പോകാൻ പറ്റുമോ? ഇനിയിപ്പം നമ്മൾ മേഘ എവിടെ ചെന്ന് അന്വേഷിക്കും? എന്നാ വാ. അരുണിമേ, എന്താ പറ്റിയേ? എന്താ വല്ലാണ്ടിരിക്കുന്നേ? മനസ്സിനകത്ത് എന്തൊക്കെയോ പരിഭ്രമം തോന്നാം. എന്തോ ശരിയല്ലാത്തത് സംഭവിക്കുന്ന പോലെ, എന്തോ മനസ്സിലിരുന്ന് പറയും പോലെ. നിന്റെ BP ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. നമുക്കൊന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം. എന്നാലും മേഘനയെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി ഈ വീടിന് സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം ആ ദൈവം പണ്ടേ സമ്മാനിച്ചു കഴിഞ്ഞതല്ലേ അരുണിമേ? ഇനിയും നമ്മളെ പരീക്ഷിക്കാനായി യാതൊന്നും ആ ദൈവം അവശേഷിപ്പിച്ചിട്ടുമില്ലല്ലോ. ഇനിയൊന്നും ബാക്കിയില്ലല്ലോ എന്ന് സമാധാനിക്കാനും മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ചെയ്തേ വേട്ട. മോളിലിരിക്കുന്നവന്റെ ലീലകൾ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല. എനിക്ക് തോന്നുന്നതേ, മേഘനയെ വിളിച്ചോണ്ട് പോയത് തെറ്റായി പോയെന്ന് ആ ദൈവത്തിന് പോലും ഇപ്പൊ തോന്നുന്നുണ്ടാവാം. അതുകൊണ്ടല്ലേ കുഞ്ഞിന്റെ രൂപത്തിൽ ചക്കിമോളെ നമുക്ക് ദൈവം സമ്മാനിച്ചത്. അവളുള്ളപ്പോ എല്ലാം നല്ലതേ നടക്കൂ. എനിക്കൊന്നും അറിയില്ലേട്ടാ. ജേട്ടൻ പറഞ്ഞ പോലെ മേഘമായ മോളും നമ്മളെ വിട്ടു പോകുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. അത് ചിലപ്പോ നമ്മളെ സഹിച്ചേക്കും. പക്ഷെ മിഥുനതിന് കഴിയില്ല. എന്തോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ
എന്റെ നെഞ്ചിനകത്ത് തീയ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമസ്കാരം സാർ. ആ ഭാസ്കർ, നിങ്ങൾ എത്തിയോ? യാത്രയൊക്കെ നന്നായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു സാർ. മോളെ സുധേ, എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖാണ് സാറേ. ജാനകി, ജാനകി, ഇവരെ കൊണ്ടുപോയ ക്വാർട്ടേഴ്സ് കാണിച്ചു കൊടുക്ക. ആയിക്കോട്ടെ സാറേ. ഭാസ്കര, സാർ, ഇനി നീ ഇവിടുത്തെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. മൂന്നാറിലെ തേയില തൊട്ട് നോക്കാൻ നമുക്ക് വേറെ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യാം. ആയിക്കോട്ടെ സാർ. ഓ, ഇത് അവരായിരുന്നല്ലേ? എവിടെയോ കിടന്ന ഒരു കൊച്ചിനെയും കൊണ്ടുവന്ന് മിഥുന്റെ തലയിൽ വെച്ചുകൊടുത്ത് കൈ ഒഴിഞ്ഞ മഹാത്മാക്കൾ. അതിരിക്കട്ടെ, ആ കൊച്ചിന്റെ തള്ള പിന്നീട് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ലെന്നാണോ പറയുന്നേ? ഇനി എന്തെങ്കിലും തിരിച്ചു വരുന്നു തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെങ്ങനെയാ? ആ സ്ത്രീ ഇപ്പോ ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചു പോയതാണോ അതോ കളഞ്ഞിട്ട് പോയതാണോ എന്ന് ആർക്കറിയാം? പ്രിയമതേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളല്ലേ? 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ ഇപ്പൊ അനാവശ്യമായിട്ട് പരാമർശിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തിയാൽ മാത്രമേ അതിന് തക്കതായ മറുപടി കിട്ടുള്ളൂ അങ്കിൾ. യഥാർത്ഥത്തിൽ ആ സ്ത്രീ ആരാണെന്നോ എവിടുന്ന് വന്നവളാണെന്നോ ആർക്കും അറിയില്ലല്ലോ. വല്ല തെമ്മാടിയും പിഴപ്പിച്ച് ഗർഭിണിയാക്കി വിട്ടതായിരിക്കും. നിക്കക്കള്ളി ഇല്ലാതെ വന്നു കേറിയിട്ട് കുഞ്ഞിനെ പെറ്റ് നമ്മുടെ തലയെ കെട്ടിയിട്ട് പൊടിയും നെട്ടി അവള് പോയി. അങ്ങനെയുള്ളവരെ തെരഞ്ഞ് കണ്ടുപിടിച്ചാലേ ഇത്തരം പ്രശ്നങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനും കിട്ടുള്ളൂ. മഞ്ജരി, ആ സ്ത്രീയെക്കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടിയ ഞാൻ ആരാണെന്ന് നീ അറിയും. വഴിയെ പോയ പിഴച്ചൊരുത്തിയെ പറ്റി പറഞ്ഞപ്പോ നീ എന്തിനാ വെറുതെ എന്റെ നേരെ ചാടുന്നതും? ഇത് അവര് വഴിയെ പോയ സ്ത്രീയല്ല, എന്റെ ചക്കിയുടെ അമ്മയാ. എന്റെ ചക്കിയെ നൊന്ത് പ്രസവിച്ച അമ്മ. അവരെ കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. ചക്കിയുടെ അമ്മ അത്രമാത്രല്ലേ ഉള്ളൂ, അല്ലാതെ നിന്റെ ആരുമല്ലല്ലോ. അവളുമായിട്ട് നിനക്ക് അവിഹിത ബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ എന്തിനാ അവരുടെ പേരും പറഞ്ഞ് എന്റെ അടുത്ത് വക്കാലത്ത് പിടിക്കാൻ വരുന്നേ? മഞ്ജരി, അവരെങ്ങനെയുള്ളവരാണെങ്കിലും ആ സ്ത്രീയെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അവരെ കുറ്റപ്പെടുത്താനുള്ള അവകാശവും നമുക്കാർക്കും ഇല്ല. അത് നല്ല സംസ്കാരമല്ല. ഭാസ്കർ, നിനക്ക് സുഖാണോ? ഞങ്ങള് സുഖമായിരിക്കുന്നു സാർ. സാർ, മോളിപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങളൊന്ന് കണ്ടോട്ടെ അവളെ. അതിനെന്താ ഭാസ്കർ. ചക്കി, ചക്കി, വരുന്നു അച്ഛാ. അച്ഛാ, കം കം കം. ഭാസ്കരേട്ടാ, അവളുടെ അമ്മയുടെ അതേ മുഖമല്ലേ? അതെ സുധേ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നണേ. അച്ഛാ, ആരാ ഇവരൊക്കെ? ഇവരൊക്കെ നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ടവരാ. നമസ്കാരം പറഞ്ഞേ. നമസ്കാരം അങ്കിളെ. ജാനകി, ഇവർക്ക് ക്വാർട്ടേഴ്സ് കാണിച്ചു കൊടുക്കും. ആയിക്കോട്ടെ സാറേ. നമുക്ക് പോവാം. ഭാസ്കരെ, എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല മാഡം, ഞാൻ... നിന്റെ മനസ്സിനകത്ത് എന്തെങ്കിലും വിഷമം? ഏയ്, ഒന്നുമില്ല മാഡം. മോളുടെ അമ്മയെ ഞാൻ മംഗലാപുരത്ത് വെച്ച് കണ്ടിരുന്നു.
നീ എന്താ ഭാസ്കരായി പറയുന്നേ? ചക്കിയുടെ അമ്മയെ നീ കണ്ടുന്നോ? കണ്ടിരുന്നു സർ. അങ്ങനെയാണെങ്കിൽ അവരിപ്പോ മംഗലാപുരത്ത് തന്നെ ഉണ്ടെന്നാണോ? ഓക്കെ, നിങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് വെക്കോളൂ. ശരി സർ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഏട്ടാ, എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടെന്ന്. ഇപ്പൊ അതേപടി സംഭവിച്ചില്ലേ? ഇനിയിപ്പോ അവരെങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമോ? അരുണിമേ, നീ ഇങ്ങനെ കടന്ന് ചിന്തിക്കാതിരിക്കെ. ഭാസ്കർ കണ്ടത് അവരെ തന്നെയാണോന്ന് പോലും അറിയില്ല. ഇനിയിപ്പോ അവരിങ്ങോട്ട് വരികയാണെ വരട്ടെ. അതുവരെ നീ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. ചാരു, ചാരു, നീ വിളിച്ചത് കേട്ടില്ലേ? എന്താ പറയൂ. ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ പിന്നെന്താ തീവണ്ടിയും കാത്താണ് നിൽക്കുക? ശരി ശരി, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വന്ന് ബൈക്കിലേക്ക് കയറ്. അതൊന്നും വേണ്ട, ഞാൻ ബസ്സിൽ തന്നെ പോയിക്കോളാം. ജീവിതത്തിൽ എന്തായാലും എന്നോടൊപ്പം ട്രാവൽ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു. ഒന്നുമില്ലെങ്കിൽ നിനക്ക് എന്റെ ബൈക്കിലെങ്കിലും അല്പ ദൂരം ട്രാവൽ ചെയ്തൂടെ? ജീവിതത്തിൽ ഒന്നിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് കുറച്ച് ദൂരത്ത് ഈ സുഖം മാത്രം എന്തിനാ? ചാരു പ്ലീസ്, നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. അതിന്റെ പേരിൽ നീ വിഷമിക്കുന്ന പോലെ തന്നെ ഞാനും വിഷമിക്കുന്നുണ്ടെന്ന് നീ എന്താ ചിന്തിക്കാത്തെ? ഞാനെന്തോ സുഖിച്ച് ജീവിക്കുന്ന പോലെയും നീ മാത്രമേ ഈ ബന്ധത്തിൽ കിടന്ന് പെടയുന്ന പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. നിനക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടല്ലേ ആരെ സമ്മതിപ്പിക്കാൻ നിനക്ക് സാധിക്കാത്തത്? അതിന്റെ പേരിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കിടന്ന് പെടുകയല്ലേ? എന്നാൽ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. നീ പൊയ്ക്കോ വിവേക്. എന്തിനാ ചാരു നീ എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കടിച്ചു കീറുന്നേ? നിനക്കറിയാലോ വിവേക്, എനിക്ക് എന്റെ ചേച്ചിയെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി എന്നും നീ കൂടെ ഉണ്ടാവുന്ന ഒത്തിരി മോഹിച്ചു. എന്നിട്ട് ഒടുവിൽ എന്താ സംഭവിച്ചത്? നിന്റെ അമ്മ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. ഒരിക്കലും അവർക്ക് എന്നെ മരുമകളായി കാണാൻ സാധിക്കില്ല വിവേക്. അതിന്റെ പേരിൽ എന്തൊക്കെയാ അവരെന്നെ പറഞ്ഞ്? ആരുമില്ലാതെ തനിച്ചായി പോയി എനിക്കിപ്പോ പഴയ ഓർമ്മകളെ കൂട്ടിനുള്ളൂ. ഇനിയും പുതിയ മോഹങ്ങളുടെ പേരും പറഞ്ഞ് എന്റെ പുറകെ വരരുത്. ചാരു, ഇതുവരെ നമുക്കിടയിൽ സംഭവിച്ചതിനെല്ലാം നീ വിഷമിക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാനും സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? ഇവിടെ നിനക്ക് മാത്രമല്ല നഷ്ടമുണ്ടായത്, ഞാൻ അത്രയും സ്നേഹിക്കുന്ന നിന്നെ നഷ്ടാവുക. മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല ചാരു. ഇടയ്ക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് എങ്കിലും നമുക്കൊന്നിച്ച് ആസ്വദിച്ചുകൂടെ? പ്ലീസ് ചാരു, ദയവ് ഇത് നീ വന്ന് ബൈക്കിൽ കയറ്. ചാരു, റോഡിൽ നിന്ന് വെറുതെ സീനുണ്ടാക്കല്ലേ. വന്ന് കേറിയിരിക്കുന്നേ. ദേ ചാരു, മര്യാദയ്ക്ക് ബൈക്കിൽ കയറിക്കോ, അല്ലെങ്കിൽ പൊക്കിയെടുത്ത് ബൈക്കിൽ കയറ്റി ഞാനങ്ങ് പറക്കും, പറഞ്ഞേക്കാം. അതൊന്നും വേണ്ട, ഞാൻ കേറിയിരുന്നോളാം. താങ്ക് യു ചാരു. അർജുൻ, വണ്ടി ഒന്ന് നിർത്താൻ പറയോ? വിവേകും ചാരു അല്ലേ? അപ്പോ
അവര് തമ്മിൽ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു. നന്നായി. ഒന്നുമില്ലെങ്കിലും ചാരുവെങ്കിലും ഒരു കരയ്ക്കെത്തിയല്ലോ. മോളെ മേഘേ, അവരും നിനക്ക് നല്ല പരിചയമാണെന്ന് തോന്നുന്നല്ലോ.